അപ്പോൾ അതുപോലെ ലൈവായിട്ട് വേണമെങ്കിൽ നമുക്ക് സ്ട്രോബെറി ഒക്കെ പറിക്കാം. അതുപോലെ ഇവിടുന്ന് തന്നെ നമുക്ക് സ്ട്രോബെറി ഡയറക്റ്റ് ഷോപ്പ് ചെയ്യാൻ പറ്റും. വെൽക്കം ടു വട്ടവട. കാലത്ത് മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വട്ടവടയിലേക്കുള്ള ഈ ഒരു എൻട്രി വരുന്നത്. അപ്പോൾ ഒരു ചെറിയ ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ ഡ്രൈവൊക്കെ ചെയ്ത് പോകേണ്ടത്. കുറച്ച് കിലോമീറ്ററോളം നമുക്ക് ചെറിയ ഫോറസ്റ്റ് ഡ്രൈവ് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള റൂട്ടുകളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ചുറ്റോടുള്ള സ്ഥലങ്ങളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നല്ല പ്രകൃതി രമണീയമായ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഈ പോകുന്ന വഴികളിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. മനോഹരമായ റോഡും അതുപോലെ യൂക്കാലിപ്പ് മരങ്ങളുടെ ഇടയിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ആ യൂക്കാലിപ്സ് മരങ്ങളുടെയൊക്കെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുപോലെയുള്ള ഒരു ചെറിയ റോഡാണ്, പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള റോഡാണ്. അതിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. ചെറിയ ഈ ഫോറസ്റ്റ് ഡ്രൈവിലൊക്കെ നമുക്ക് റോഡരികിലൊക്കെ കാട്ടുപോത്തുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ കാട്ടുപോത്തുകളൊക്കെ കണ്ട് നമുക്ക് യാത്ര മനോഹരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം. പ്രകൃതിയുടെ ഭംഗി നിറഞ്ഞ സ്ഥലങ്ങളാണ് കൂടുതലും വട്ടവടയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഈ കാണുന്ന റോഡൊക്കെ ഫ്രൂട്ട്സ് ഫാമിലേക്കും അതുപോലെ വെജിറ്റബിൾ ഫാമിലേക്കൊക്കെ പോകുന്ന റോഡുകളാണ്. മെയിൻ റോഡിൽ നിന്ന് ഹൈവേയിൽ നിന്ന് ഉള്ളിലേക്ക് കുറേ വെജിറ്റബിളും ഫ്രൂട്ട്സ് ഫാമുകളുള്ള ഒരുപാട് സ്ഥലങ്ങളായിട്ടുള്ള കൃഷി സ്ഥലങ്ങളാണ് വട്ടവട എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ നമ്മൾ ഏകദേശം വട്ടവട ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. വട്ടവട എന്ന് പറയുന്ന കൊച്ചു ഗ്രാമമാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഈ കാണുന്ന ജീപ്പുകളൊക്കെ ഒരുപാട് ജീപ്പുകളാണ് ഉള്ളേരിയയിലേക്കുള്ള ടൂറിസം പർപ്പസിന് വേണ്ടി നിർത്തിയിട്ടുള്ളത്. തോട്ടങ്ങളിലേക്കും വെജിറ്റബിൾ ഫാമിലേക്കും ഒക്കെ നമുക്ക് പേഡ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. 2000 രൂപയാണ് ഒരു ജീപ്പ് സർവീസിന് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മളെ വണ്ടിയിൽ തന്നെ നമ്മുടെ ടെമ്പോ ട്രാവലർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ തൊട്ടടുത്തൊരു ഹണി മ്യൂസിയം ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫാമുണ്ട്. ആ ഒരു ഫാമിലേക്ക് നമ്മളെ സ്വന്തം വെഹിക്കിളുമായിട്ട് നമുക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ അവിടേക്ക് ജീപ്പ് സർവീസിൻ്റെ ആവശ്യമില്ല. അതല്ലാത്ത സ്ഥലത്തേക്കാണ് ജീപ്പ് സർവീസ് വേണ്ടത്. ഇപ്പോൾ ഗ്രാമങ്ങളിലൂടെ വട്ടവടയിലെ ഗ്രാമങ്ങളിലൂടെയുള്ള സ്ട്രോബെറി തോട്ടത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് സ്ട്രോബെറി തോട്ടമാണ്. അപ്പോൾ ഈ സ്ട്രോബെറി തോട്ടത്തിൽ നിന്നും ഡയറക്റ്റ് നമുക്ക് സ്ട്രോബെറി പറിക്കാം. അതുപോലെ ഇവിടുന്ന് പറിച്ചു വെച്ച സ്ട്രോബെറി ഉണ്ട്. അപ്പോൾ ഇവിടെ സെയിലുണ്ട്. അതുപോലെ ഈ നിരത്തി വെച്ചിരിക്കുന്നതൊക്കെ സ്ട്രോബെറി വൈനും അതുപോലെ സ്ട്രോബെറി ജാമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്നത് സ്ട്രോബെറി വൈനാണ്. അതുപോലെ സ്ട്രോബെറി ജാമും നമുക്ക് അവിടുന്ന് ടേസ്റ്റ് ചെയ്യാൻ കിട്ടും. അതുപോലെ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് സെയിലുണ്ട്. അപ്പോൾ ആ കൗണ്ടറിൽ നിന്ന് തന്നെ നമുക്ക് ജാമും അതുപോലെ സ്ട്രോബെറി വൈനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. സ്ട്രോബെറിക്ക് വാങ്ങിക്കുന്ന സമയത്ത് മാർക്കറ്റ് റേറ്റിനേക്കാളും പ്രൈസിങ് ആയിട്ടാണ് നമുക്ക് തോന്നിയത്. തോട്ടത്തിൽ നിന്നാണെങ്കിൽ പോലും നമുക്ക് ഫ്രഷ് ആയിട്ട് മേടിക്കാൻ പറ്റും, അത് അവിടുന്ന് തന്നെ കഴിക്കാൻ പറ്റും എന്നുള്ളത് വെച്ചാൽ പ്രൈസൊക്കെ കൂടുതൽ തന്നെ ആയിരുന്നു. വട്ടവടയിലെ ഉൾഗ്രാമങ്ങളിലാണ് സ്ട്രോബെറി കൃഷിത്തോട്ടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ ചെറിയ കൃഷിത്തോട്ടങ്ങളാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കൃഷിത്തോട്ടങ്ങളുണ്ട്. അപ്പോൾ സ്ട്രോബെറിയൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതുപോലെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ലൈവായിട്ട് വേണമെങ്കിൽ നമുക്ക് സ്ട്രോബെറി ഒക്കെ പറിക്കാം. അതുപോലെ ഇവിടുന്ന് തന്നെ നമുക്ക് സ്ട്രോബെറി ഡയറക്റ്റ് ഷോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ദിലുവിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് സ്ട്രോബെറി. ഫ്രൂട്ട്സിൽ എന്തെങ്കിലുമൊക്കെ ജ്യൂസ് ചോദിച്ചാലൊക്കെ നമ്മൾ സ്ട്രോബെറി ജ്യൂസാണ് സാധാരണ ഓർഡർ ചെയ്യാറും പറയാറൊക്കെ ഉള്ളത്. അപ്പോൾ അതുപോലെ ഒരു സ്ട്രോബെറി തോട്ടത്തിൽ പോയി അവന് നേരിട്ട് പറിക്കാനും കഴിക്കാനും ഒക്കെ കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഈ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ട്രോബെറി തോട്ടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ക്യാബേജിൻ്റെ തോട്ടം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ തോട്ടം ക്യാബേജിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വില്ലേജിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട്
ഇതുപോലത്തെ ഫാമുകളുണ്ട്. അപ്പോൾ ജീപ്പ് ട്രക്കിംഗ് വഴിയാണ് നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ നമ്മളെ വണ്ടിയിൽ വരികയാണെങ്കിൽ ഈ ഏരിയയൊക്കെ നമുക്ക് കാണാം. കൂടുതൽ ഉള്ളിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രക്കിംഗ് യൂസ് ചെയ്യണം. എന്നാൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മൂന്നാറിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ദിവസം മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ എന്തായാലും കണ്ടിരിക്കേണ്ട, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് വട്ടവട പറഞ്ഞ സ്ഥലം. അതും ഫാമുകളും സ്ട്രോബെറി തോട്ടങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഈ ഒരു വട്ടവട എന്നത് ഒരു പ്രകൃതിയുടെ ഒരു ഭംഗി നിറഞ്ഞൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.